ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. നോട്ട് അസാധുവാക്കൽ എന്ന നടപടി, ആ നടപടിയെ മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അനന്തരഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഭ്രാന്തൻ നടപടി എന്ന് വേണമെങ്കിൽ വിലയിരുത്താവുന്നതാണ്. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ ഇത്ര തത്രപ്പെട്ട് പെട്ടെന്ന് പ്രധാനപ്പെട്ട നോട്ടുകൾ പിൻവലിക്കാൻ നരേന്ദ്രമോദിയെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ്? കാരണം ഇപ്പോൾ 2 മാസം കഴിയുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ച ഒരു ഫലവും ഉണ്ടായില്ല എന്നു മാത്രമല്ല, ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ വ്യാപകമായ ഗുരുതര ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ള നിലവാരത്തിൽ പിന്നോട്ടടി നേരിടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ എന്തായിരുന്നു നവംബർ 8-ാം തീയതി നോട്ട് പിൻവലിക്കുന്നതിന് ആസന്നമായ ഹേതുഭൂതകമായ കാരണം? അതേ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് അനുമാനങ്ങൾ മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കാനിടയുള്ളൂ. കുറേ കഴിയുമ്പോൾ ആരായിരുന്നു ഇതിന് പിന്നിലെ വില്ലൻ? ഇപ്പോൾ നാം വിചാരിക്കുന്നത് മാതിരിയാണെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി, അദ്ദേഹമാണ് വില്ലൻ. പക്ഷേ ഇതിന് പിന്നിൽ ഒരു സൂപ്പർ വില്ലൻ ഉണ്ടോ? നരേന്ദ്രമോദി എന്ന് നമ്മളിപ്പോൾ അനുമാനിക്കുന്ന വില്ലൻ തന്നെ ഒരു പാവയാണോ? മഹാവില്ലൻ്റെ, സൂപ്പർ വില്ലൻ്റെ കയ്യിൽ ഒരു സൂപ്പർ വില്ലൻ ഇതിന് പിന്നിലുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന വാർത്ത ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു. ദേശാഭിമാനി എന്ന പത്രം ആ വാർത്ത ലീഡാക്കുന്നു. അത് ശരിയാണെങ്കിൽ അമേരിക്കയ്ക്കാണ് ഇത് അടിയന്തരത്വമായി ആവശ്യമായി വന്നത്. ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ പുല്ല് വില പോലും ഗണിക്കാത്ത മോദിയാകട്ടെ അമേരിക്കയുടെ കൈകളിലെ ഒരു കളിപ്പാവയായി മാറുകയും അത് നടപ്പാക്കി സ്വയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വില്ലനായി പരിവർത്തിക്കുകയും ചെയ്തു എന്നു വേണം തിരിച്ചറിയാൻ. ദേശാഭിമാനിയുടെ ആ ലീഡ് വാർത്ത ഇങ്ങനെയാണ്: നോട്ട് അസാധുവാക്കൽ US താൽപ്പര്യത്തിന്. ആ വാർത്ത ദേശാഭിമാനി തരുന്നത് M പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിലൂടെയാണ് ദില്ലിയിൽ നിന്ന്. ഇന്ത്യയിൽ ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകളുടെ വലിയ പങ്കും കൈയാളുന്ന US കാർഡ് കമ്പനികളായ മാസ്റ്റർ കാർഡിനും വിസയ്ക്കുമാണ് ഡിജിറ്റൽ ഇടപാടുകളുടെ പ്രോത്സാഹനം വലിയ നേട്ടമാകുന്നത്. അതിനകത്ത് നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ കറൻസി എന്നത് മൊത്തത്തിൽ തന്നെ പ്ലാസ്റ്റിക് കറൻസിയിലേക്ക് നീങ്ങാൻ, ക്യാഷ്ലെസ് രീതിയിലേക്ക് നീങ്ങാൻ, പണരഹിത അവസ്ഥയിലേക്ക് നീങ്ങാൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. കാരണം ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ ഏകദേശം പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയിലെ ബഹുരാഷ്ട്ര കുത്തകകളാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ലാഭം കിട്ടാൻ ഇന്ത്യ പോലെ വളർന്നു വരുന്ന ഒരു സമ്പദ്ഘടനയിൽ വളർന്നു വരുന്ന ഇടത്തരക്കാരുടെ കാർഡ് ഇടപാടുകൾ ഏകദേശം പൂർണ്ണമായും തന്നെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാം എന്ന് പ്രതീക്ഷിച്ച് അവർ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു അത്രേ ഇന്ത്യയിലെ ഡിമോണിറ്റൈസേഷൻ എന്ന നടപടി. അതിന് അരുനിൽക്കുക മാത്രമാണ് ഇവിടെ ഇന്ത്യയിലെ വില്ലൻ എന്ന നിലയ്ക്ക് നാം തിരിച്ചറിയുന്ന പ്രധാനമന്ത്രി. പാവം ഒരു കളിപ്പാവ മാത്രം. കള്ളപ്പണം തടയാനെന്ന പേരിൽ 500,000 രൂപ നോട്ടുകൾ അസാധുവാക്കിയത് അമേരിക്കയുടെയും ആഗോള കുത്തകകളുടെയും സാമ്പത്തിക അജണ്ടയുടെ ഭാഗമായി എന്ന് വ്യക്തമാകുന്നു. ഇന്ത്യയിൽ കറൻസി ഇടപാടുകൾ പരമാവധി കുറച്ച് ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ അമേരിക്ക മാസങ്ങളായി ബോധപൂർവം ശ്രമിച്ചു വരുന്നതിൻ്റെ തുടർച്ചയായാണ് നോട്ട് അസാധുവാക്കൽ. ഇന്ത്യയിൽ ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകളുടെ വലിയ പങ്കും കൈയാളുന്ന അമേരിക്കൻ കമ്പനികളായ മാസ്റ്റർ കാർഡിനും വിസയ്ക്കുമാണ് ഡിജിറ്റൽ ഇടപാടുകളുടെ പ്രോത്സാഹനം വൻ നേട്ടമാകുക. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ അമേരിക്കൻ IT കുത്തകകൾക്കും ഇത് നേട്ടമാകും. ആ കമ്പനികൾക്ക് നേട്ടമുണ്ടാക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന് കൂട്ടുനിന്നത്. അതിൻ്റെ ഭാഗമായാണ് നമുക്ക് വരിയായി നിന്ന് മഴയും വെയിലും കൊണ്ട് 150ഓളം ആളുകളെ ബലി കൊടുക്കേണ്ടി വരികയും ചെയ്തത്. ആ വാർത്തയാണ് ഇന്ന് ദേശാഭിമാനി നമുക്ക് ലീഡ് വാർത്തയായി തരുന്നത്. അങ്ങനെ തരുമ്പോൾ ഡിമോണിറ്റൈസേഷൻ, പണം റദ്ദാക്കൽ എന്നതിൻ്റെ യഥാർത്ഥ ഉള്ളടക്കമെന്ത്, ആവശ്യക്കാരാരായിരുന്നു, ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ എന്നിവ
ഒക്കെ നമുക്ക് തിരിച്ചറിയാറാകുന്നു. അടിക്കടി നരേന്ദ്രമോദി അമേരിക്കയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഗതിവിഗതിയും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കവും നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. നോട്ട് റദ്ദാക്കൽ PAC അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പാർലമെൻറ്റിൻ്റെ കമ്മിറ്റിയാണ്. KV തോമസ് ചെയർമാനായ കമ്മിറ്റിയാണ്, അദ്ദേഹമാണ് അതിൻ്റെ മേധാവി. നോട്ട് റദ്ദാക്കൽ ഒരു വിവാദമായി തീർന്നപ്പോൾ ആരാവശ്യപ്പെട്ടിട്ടാണ് ഇത് ചെയ്തത്? അതേ സംബന്ധിച്ച് ഉത്തരം പറയേണ്ടത് RBI ഗവർണറാണ്. RBI ഗവർണറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാൻ PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീരുമാനിച്ച് കഴിയുക മാത്രമല്ല, അത് RBI ഗവർണറെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി 20-ാം തീയതി അദ്ദേഹം PACയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുന്നിൽ ഹാജരായി വിശദീകരണം നൽകും. അതിന് ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ നൽകും എന്ന കാര്യം ഉറപ്പിക്കുമ്പോൾ അതിനുശേഷം ഒരു ക്വസ്റ്റ്യനെയറാണ് അയച്ചു കൊടുത്തത്. 10 ചോദ്യങ്ങൾ അയച്ചു കൊടുത്തു. എന്തിനിത് ചെയ്തു, എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ നേട്ടങ്ങൾ, എത്ര രൂപ നേടി, എത്ര കള്ളപ്പണം പിടിച്ചു, ബാക്കി എത്ര അവശേഷിക്കുന്നു തുടങ്ങിയ 10 ചോദ്യങ്ങളാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അഥവാ PAC RBI ഗവർണർ ഊർജിത് പട്ടേലിനോട് ചോദിച്ച് കത്തയച്ചത്. 20-ാം തീയതി അദ്ദേഹം അതിനൊക്കെ മറുപടി പറയും, നേരിട്ട് ഹാജരായി മറുപടി പറയും എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ എന്താണ് ചെയ്യുക? PAC സാക്ഷാൽ പ്രധാനമന്ത്രിയെ തന്നെ വിളിച്ച് അതേ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ നിർബന്ധിതമാകും. അത്തരമൊരു സാഹചര്യത്തിന് നമ്മുടെ പ്രധാനമന്ത്രി നിന്നുകൊടുക്കും എന്ന് കരുതാൻ ഇപ്പോൾ നിർവാഹമില്ല. പാർലമെൻറ്റിനെ തന്നെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്ന പ്രധാനമന്ത്രിയാണോ ഇനി പാർലമെൻറ്റിൻ്റെ തന്നെ അവരോധിതമായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ വന്ന് കാര്യങ്ങൾ വെളിവാക്കാൻ പോകുന്നത് എന്ന സംശയമുണ്ട്. സത്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഉൾക്കരുത്ത് തന്നെയാണ്. ഇതിനു മുമ്പും ഒരു PAC ഒരു പ്രധാനമന്ത്രിയെ വിളിച്ചു ചേർക്കാൻ ശ്രമിച്ചിരുന്നു. അത് നടന്നിട്ടൊന്നുമില്ല. 2G സ്പെക്ട്രം പോലെയുള്ള അഴിമതികൾ വന്നപ്പോഴാണ്. അഴിമതികൾ വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിമാർക്ക് പൊതുവായ രംഗങ്ങളിൽ വന്ന് വിശദീകരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഏതായാലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് PACയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇന്ത്യൻ പ്രധാനമന്ത്രി ഊതിപ്പെരിപ്പിച്ച് ബലൂൺ മാതിരി നിൽക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത്രത്തോളം ആശ്വാസകരമായ ഒരു കാര്യം ആയിരിക്കുകയില്ല. എന്നാൽ വാർത്തകൾ അങ്ങനെയാണ് നീങ്ങുന്നത്. മാതൃഭൂമിയുടെ വാർത്തയും വീക്ഷണവും എന്ന പേജ് കാണുക. പ്രധാനമന്ത്രിയെ വിളിപ്പിക്കാൻ അധികാരമുണ്ടെന്ന് PAC. നോട്ട് അസാധുവാക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശദീകരണം തേടാൻ ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയെ വിളിപ്പിക്കാനും അവകാശമുണ്ട് എന്ന് പാർലമെൻ്ററി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അയച്ച ചോദ്യാവലിക്ക് ധനമന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും RBI ഗവർണർ ഊർജിത് പട്ടേലും തൃപ്തികരമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ ഇത്തരമൊരു നടപടിക്ക് മുതിരുമെന്ന് PAC ചെയർമാൻ KV തോമസ് പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട് ജനുവരി 20-ന് ഊർജിത് പട്ടേലും ഫൈനാൻസ് സെക്രട്ടറി അശോക് ലവാസയും ധനകാര്യ സെക്രട്ടറി ശക്തികാന്ത ദാസും പങ്കെടുക്കുന്ന യോഗം വിളിച്ചിട്ടുണ്ട്. അയച്ച ചോദ്യാവലിക്ക് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും കിട്ടിയാൽ കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യുമെന്നും KV തോമസ് പറഞ്ഞു. പ്രധാനമന്ത്രിയെ വിളിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് വിഷയവുമായി ബന്ധമുള്ള ആരെയും വിളിപ്പിക്കാൻ കമ്മിറ്റിക്ക് അവകാശമുണ്ടെന്നും എന്നാൽ ജനുവരി 20-ൻ്റെ യോഗത്തിനനുസരിച്ചാണ് ഇക്കാര്യം തീരുമാനിക്കുക എന്നും അദ്ദേഹം പറയുന്നു. നോട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ച് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അതിൻ്റെ വിചാരണ ആരംഭിക്കുന്നു. 20-ാം തീയതിയാണ് അതിൻ്റെ ആദ്യ വാർത്ത. 20-ാം തീയതി അല്ല, 21-ാം തീയതിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിനിടയിൽ നോട്ട് നിരോധനം വലിയ അപകടം വരുത്തിവെച്ചുവെന്ന് ലോകാന്തരത്തിൽ പ്രസിദ്ധം നേടിയ വാർത്തകൾ വരുമ്പോൾ നമ്മുടെ ധനമന്ത്രി ജെയ്റ്റ്ലിക്ക് ഒരു കൂച്ചവുമില്ല. അദ്ദേഹം പറയുന്നത് നികുതി വരുമാനം കൂടി എന്നാണ്. ആ വാർത്തയും അതേ പേജിൽ തന്നെ മാതൃഭൂമി തന്നിരിക്കുന്നു. അതിങ്ങനെയാണ്: നികുതി വരുമാനം കൂടി എന്ന് ധനമന്ത്രി. നോട്ട് അസാധുവാക്കലിന് ശേഷം ഡിസംബറിൽ പ്രത്യക്ഷ പരോക്ഷ നികുതി വരുമാനത്തിൽ വർധനയുണ്ടായതായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. ധനമന്ത്രി പറഞ്ഞത് എന്തൊക്കെയാണ്?
ഡിസംബറിൽ പ്രത്യക്ഷ നികുതി ഇനത്തിൽ 2.82 ലക്ഷം കോടി രൂപ ഖജനാവിലെത്തി. 2015 ഡിസംബറുമായി താരതമ്യം ചെയ്യുമ്പോൾ 14.4% വർധനവ്. കോർപ്പറേറ്റ് നികുതി ഇനത്തിൽ 10.6%, വ്യക്തികളുടെ ആദായ നികുതി ഇനത്തിൽ 38.2% വർധനവുണ്ടായി. പരോക്ഷ നികുതി ഇനത്തിൽ 76,000 കോടിയോളം രൂപ ലഭിച്ചു. 2015 ഡിസംബറുമായി താരതമ്യം ചെയ്യുമ്പോൾ 14.2% വർധനവ് ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അരുൺ ജെയ്റ്റ്ലി പറയുമ്പോൾ, അതേ സംബന്ധിച്ച് ജെയ്റ്റ്ലിയേക്കാൾ കൂടുതൽ അക്കാഡമിക് പ്രാവീണ്യമുള്ള മറ്റൊരാൾ ഇപ്പോൾ സംഭവിച്ച നോട്ട് നിരോധനത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം കർശനമായും കുറയും എന്ന് ദീർഘവീക്ഷണം ചെയ്തിരിക്കുന്നു. അത് മൻമോഹൻ സിംഗ് അല്ലാതെ മറ്റാരുമല്ല. അതും അതേ വാർത്തയിൽ നമുക്ക് വാർത്തയായി, അതേ പേജിൽ വാർത്തയായി കാണാം. ആഭ്യന്തര ഉൽപ്പാദനം കുറയുമെന്ന് മൻമോഹൻ സിംഗ്. നോട്ട് അസാധുവാക്കൽ നടപടി രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ GDP-യിൽ ദൂരവ്യാപകവും ദോഷകരവുമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. 5 സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോട്ട് അസാധുവാക്കൽ വിഷയമാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആഭ്യന്തര ഉൽപ്പാദനം കുറയും എന്ന് മുൻ ധനമന്ത്രിയും പ്രധാനമന്ത്രിയും RBI ഗവർണറും ഒക്കെയായിരുന്ന മൻമോഹൻ സിംഗ് പറയുമ്പോൾ നികുതി ഇതാ കൂടി എന്ന് ആഹ്ലാദത്തോടെ പറയുന്നു നമ്മുടെ ഇപ്പോഴുള്ള ധനമന്ത്രി. നോട്ട് നിരോധനം കള്ളനോട്ട് പിടിക്കാനായിരുന്നു, കള്ളനോട്ടല്ല കള്ളപ്പണം പിടിക്കാനായിരുന്നു ഈ എക്സർസൈസൊക്കെ നടത്തിയത് നമുക്കറിയാം. അങ്ങനെ കള്ളപ്പണം പിടിച്ചോ? നോട്ട് നിരോധനം കള്ളപ്പണം പിടിച്ചില്ല, കാരണം കള്ളപ്പണം വെളുപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വെളുപ്പിച്ച കള്ളപ്പണം എത്രയാണ്? അതേ സംബന്ധിച്ച് ഒരു വാർത്ത അല്ലെങ്കിൽ അക്കം തന്നെ തന്നിരിക്കുന്നു സുപ്രഭാതം എന്ന പത്രം. അതിൻ്റെ ലീഡ് വാർത്ത കാണുക. നോട്ട് നിരോധനത്തിൻ്റെ മറവിൽ വെളുപ്പിച്ചത് 78,000 കോടി രൂപയുടെ കള്ളപ്പണം. കേരളത്തിൽ 2,000 കോടി രൂപ വെളുപ്പിച്ചു. മഹാരാഷ്ട്രയിൽ 17,000 കോടി രൂപ വെളുപ്പിച്ചു. ഇന്ത്യയെ പ്രധാനമന്ത്രി ആകെ വെളുപ്പിച്ചു. അതാണ് അതേ സംബന്ധിച്ച വാർത്ത. ഫൈസൽ കോങ്ങാട് പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതിങ്ങനെ. കള്ളപ്പണം വെളിച്ചത്ത് കൊണ്ടുവരാനെന്ന പേരിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ക്യൂവിൽ നിർത്തി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കറൻസി നിരോധനത്തിൻ്റെ മറവിൽ 78,000 കോടി രൂപയുടെ കള്ളനോട്ട് വെളുപ്പിച്ചതായി ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. അങ്ങനെ കള്ളപ്പണം പിടിക്കുകയായിരുന്നില്ല, വെളുപ്പിച്ചു കൊടുക്കുകയായിരുന്നു. നാടിനെ തന്നെ വെളുപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന നിലയ്ക്കാണ് ഈ വാർത്ത സുപ്രഭാതം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് പത്രലോകം തരുന്ന മറ്റൊരു കൗതുകരവും പുതിയതുമായ വാർത്ത, കമൽ എന്ന സംവിധായകൻ ഇന്ത്യ എന്ന രാജ്യം വിടണമെന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ഇന്നലെ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ട വാർത്തയാണ്. കമൽ രാജ്യം വിടണമെന്ന് BJP, ദേശാഭിമാനി കമലിൻ്റെ ചിത്രമടക്കം ആ വാർത്ത ഒന്നാം പുറത്ത് തന്നെ വിശദമായി തന്നിരിക്കുന്നു. BJP നേതാക്കളുടേത് ചെങ്ങലക്കിടേണ്ട ഒരു ജൽപ്പനമായി മാറിയിരിക്കുന്നു എന്ന നിരീക്ഷണവും കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നു. ഈ വാർത്ത വളരെ വിശദമായി പറയേണ്ട ഒരു വാർത്തയാണ്. കാരണം ഇത് ഒരു സിനിമാ സംവിധായകൻ കമൽ, അദ്ദേഹം മലയാളിക്ക് തികച്ചും സുപരിചിതനായ ഒരാളാണ്. അദ്ദേഹം നാട് വിടണമെന്ന് പറയുന്ന കാര്യം മാത്രമല്ല, ഇതിനു മുമ്പ് MD വാസുദേവൻ നായർ അനാവശ്യമായ കാര്യങ്ങളൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞ മാന്യനാണ് ഈ രാധാകൃഷ്ണൻ. അങ്ങനെ സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും ഒക്കെ മൂലക്കിരുത്തുകയോ നാടുകടത്തുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ തിട്ടൂരമേറ്റെടുത്ത ഒരു വക്താവാണ് AN രാധാകൃഷ്ണൻ. മലയാളിയെ അറിയില്ല, മലയാള സാഹിത്യം അറിയില്ല, മലയാള സിനിമാ സാഹിത്യം അറിയില്ല. എന്തറിഞ്ഞിട്ടാണ് ഈ മഹാൻ ജൽപ്പനങ്ങൾക്ക് പുറമേ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഏതായാലും നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് ചെറിയ ഒരു പരസ്യ ഇടവേള കഴിഞ്ഞു വരാം. എന്തുകൊണ്ട് കമൽ രാജ്യം വിടണമെന്ന് AN രാധാകൃഷ്ണൻ പറഞ്ഞു? കാണുക,
ദേശീയ ഗാനത്തെ അംഗീകരിക്കാത്ത ചലച്ചിത്ര സംവിധായകൻ കമൽ രാജ്യം വിടണമെന്ന് BJP. ദേശീയ ഗാനമടക്കമുള്ള ദേശീയ മാനകങ്ങൾ അംഗീകരിക്കാത്തവർ രാജ്യം വിടുന്നതാണ് നല്ലത്. രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ കമൽ രാജ്യം വിടണം. BJP ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തീവ്രവാദ സംഘടനയായ SDPIയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളാണ് കമൽ. നരേന്ദ്രമോദിയെ നരഭോജി എന്ന് വിളിച്ചതിനുള്ള അംഗീകാരമാണ് അദ്ദേഹത്തിന് കിട്ടിയ ചെയർമാൻ സ്ഥാനമെന്നും AN രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതൊക്കെയാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ച കാര്യങ്ങൾ. ഇനി ദേശീയ ഗാനത്തെ അംഗീകരിക്കാത്ത ഒരാളാണ് കമൽ എന്ന് പറയുന്നതിന് എന്ത് തെളിവാണ് AN രാധാകൃഷ്ണന് ഉള്ളത്? ദേശീയ ഗാനത്തെ കമൽ അംഗീകരിക്കുന്നു എന്ന് AN രാധാകൃഷ്ണനെ മാതിരി വിവരദോഷിയായ ഒരാളെ വിശ്വസിപ്പിക്കേണ്ട ഒരു കാര്യവും കമലെന്നല്ല വിവേക സ്വഭാവത്തോടു കൂടിയ ഒരു മലയാളിക്കുമില്ല. അതിൻ്റെ തിട്ടൂരവും രാധാകൃഷ്ണനില്ല. എങ്കിലും രാധാകൃഷ്ണൻ ഇതെന്തുകൊണ്ട് പറഞ്ഞു? ഇതിനു മുമ്പ് MDയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചല്ലോ. MD ഡിമോണിറ്റൈസേഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെ പറഞ്ഞത് ഡിമോണിറ്റൈസേഷൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ചാണ്. അതുമാത്രമല്ല, നോട്ട് റദ്ദാക്കിയ രാജ്യങ്ങളെല്ലാം ഈ കുഴപ്പം നേരിട്ടിട്ടുണ്ട് എന്ന തൻ്റെ ചരിത്ര അനുഭവവും അദ്ദേഹം പറയുകയുണ്ടായി, ചരിത്രബോധവും പറയുകയുണ്ടായി. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ പോലെയുള്ള സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള യോഗ്യത MDക്കില്ല എന്ന് പ്രതിവചിച്ചയാളാണ് AN രാധാകൃഷ്ണൻ. അദ്ദേഹം ഒരു വലിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണെന്ന് കൂടി ആലോചിക്കണം. അങ്ങനെ പറയുമ്പം MD പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. MDക്ക് അനുകൂലമായി മലയാളികൾ ഉണർന്ന് അതിനെ പ്രതിരോധിച്ചു. ഒരുപക്ഷെ സംഘപരിവാരത്തിൻ്റെ വീക്ഷണങ്ങളോട് അയഞ്ഞ സമീപനം സ്വീകരിക്കുന്ന സുഗതകുമാരിയെ പോലെയുള്ള ആളുകളടക്കം MDയുടെ പ്രതിരോധത്തിന് രംഗത്തെത്തി. കാര്യം കുഴഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ അതേ വീക്ഷണം അവതരിപ്പിക്കാൻ ഒരു മുസൽമാനെ കിട്ടുമോ എന്ന അന്വേഷണത്തിലായിരുന്നിരിക്കണം AN രാധാകൃഷ്ണൻ. BJPക്ക് ആകെയുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് മെജോറിറ്റി മൈനോറിറ്റി പ്രോബ്ലം ഉണ്ടാക്കി മൈനോറിറ്റിയെ തകർത്ത് മെജോറിറ്റിയെ ധ്രുവീകരിച്ച് അധികാരത്തിൽ വരിക, അല്ലാതെ സാമ്പത്തിക കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ രാഷ്ട്രീയം തന്നെ മെജോറിറ്റി റിലിജനിൽ അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയമാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലും ഒരു ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കാൻ ഒരു മുസ്ലിം ബർസലം മതി, മുസ്ലിമിനെ എതിർത്താൽ മതി. അത്തരം ഒരു ഡൈക്കോട്ടമി സൃഷ്ടിക്കാൻ MD പര്യാപ്തനല്ല. അതിൽ തെറ്റുപറ്റിപ്പോയി. ആ തെറ്റിൻ്റെ ജാള്യത മറയ്ക്കാൻ എന്നാൽ ഇരിക്കട്ടെ ഒരു കമാലുദ്ദീൻ എന്ന കമാലുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ഇതിനു മുമ്പേ പറഞ്ഞു വെച്ചു രാധാകൃഷ്ണൻ. എന്തൊരു ബുദ്ധിയാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നതിന്. ഇത് മലയാളമാണ്, കേരളമാണ്. സഹ്യൻ ഇപ്പുറത്തുള്ള ഒരു ജനതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചീള് പരിപാടിയൊന്നും ഏൽക്കുന്ന ഒരു ജനതയല്ല. ഇതൊക്കെ 60 വർഷം കൊണ്ട് അറിയുന്ന കാര്യമാണ് രാധാകൃഷ്ണനും. എങ്കിലും അതുമാത്രമേ അദ്ദേഹത്തിന് ശ്രമിക്കാൻ കഴിയൂ. അതുതന്നെയാണ് അദ്ദേഹം ചെയ്തത്. ഇനി കൗതുകകരമായ മറ്റൊരു കാര്യം കൂടി. ഈ വാർത്ത BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണല്ലോ പറഞ്ഞത്. പത്രസമ്മേളനം നേരത്തെ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനമാണ്. അത് പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്തൊരു നയപ്രഖ്യാപനമുണ്ട്. അതുകൊണ്ട് തന്നെ ജന്മഭൂമി എന്ന പത്രം അത് പ്രസിദ്ധീകരിക്കേണ്ടതില്ലേ? ജന്മഭൂമിയിലെ വിവരമുള്ള ആരോ ഒരാൾ ആ പ്രസ്താവനയെടുത്ത് അതറിയിക്കുന്ന രീതിയിൽ ഡസ്റ്റ് ബിന്നിൽ അല്ലെങ്കിൽ കുപ്പത്തൊട്ടിയിൽ ഇട്ടിട്ടുണ്ട്. കാരണം ജന്മഭൂമിയിൽ ആ വാർത്തയെ വന്നിട്ടില്ല. ഈ നിലയ്ക്ക് അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ആളുകൾ ജന്മഭൂമിയിൽ പോലുമില്ല എന്ന യാഥാർത്ഥ്യം രാധാകൃഷ്ണനെ പോലെയുള്ള ധാർഷ്ട്യം നിറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ മൂർഖത്വം വീക്ഷണത്തിൽ നിലനിർത്തുന്ന ആളുകൾ ഒരുപക്ഷെ ശ്രീധരൻ പിള്ളയെ പോലെ രാജഗോപാലിനെ പോലെ വീക്ഷണ കാര്യത്തിൽ മന്ദമാരുതഗതി സ്വീകരിക്കുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മൂർഖത്വമുള്ള ആളുകളുടെ ഒരു നിര കൂടി BJPക്കുണ്ട്. അതിലെ പ്രധാനിയാണ് AN രാധാകൃഷ്ണൻ. അതുകൊണ്ടും തീർന്നില്ല. വത്സൻ തില്ലങ്കേരി എന്നൊരു നേതാവുണ്ടല്ലോ ഈ പാർട്ടിക്ക്. ആ നേതാവ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് TV-യിൽ നാം എല്ലാം കണ്ടതാണ്. നമ്മുടെ പുരാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ കൊന്നാൽ കൂടുതൽ മെച്ചപ്പെട്ട ദൈവമാകാൻ കഴിയും. മനുഷ്യന് ദൈവമാകാൻ കഴിയുന്ന എളുപ്പ വഴി മനുഷ്യനെ കൊല്ലുക എന്നാണ് പരസ്യമായി പ്രസംഗിക്കുകയാണ് വത്സൻ തില്ലങ്കേരി എന്ന നേതാവ്. വലിയ നേതാവാണത്രേ ഇവരുടെ. അതിന് അദ്ദേഹം പറഞ്ഞത് രാമൻ, കൃഷ്ണൻ
ഇവരൊക്കെ പ്രതിയോഗികളെ കൊന്നതുകൊണ്ടാണ് ദൈവങ്ങളായത്. എങ്ങനെയുണ്ട്? അതുമാത്രമല്ല, കെ സുരേന്ദ്രൻ വലിയ വലിയ പൊള്ളയായ വാക്ക് പറയുന്ന ഇവരുടെ നേതാവ് ധാരാളം ആരോപണം ഉന്നയിക്കും ഒരടിസ്ഥാനവുമില്ലാതെ. എന്നിട്ട് മൂടും തട്ടി കടന്നുകളയും. ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാറുമില്ല. ഈ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? AKG സെൻറ്ററിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി ഞങ്ങൾ പണി നടത്തും. പ്രസംഗിക്കുമെന്നുമല്ല, യോഗം നടത്തുമെന്നൊന്നല്ല, മറ്റെന്തോ നടത്തുമൊക്കെ എന്നാണ് പറയുന്നത്. ഈ നിരത്തിൽ പ്രസംഗിക്കാമോ ദേശീയ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ? കണ്ടുപഠിക്കണം മാർക്സിസ്റ്റ് പാർട്ടിയെ. MM മണിയെ പോലൊരു നേതാവ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. ആ നേതാവ് 1 2 3 4 എന്ന നിലയ്ക്ക് വളരെ മോശപ്പെട്ട ഒരു പ്രസ്താവന പരസ്യമായി നടത്തിയതിൻ്റെ പേരിൽ കേന്ദ്ര കമ്മിറ്റി ഇടപെട്ട് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി സംസ്ഥാന ഘടകത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ BJPയുടെ സംസ്ഥാന നേതൃത്വം? ഒന്നും ചെയ്യില്ല. ആ അർത്ഥത്തിലുള്ള നേതാക്കളുടെ ഇടയിൽ സംപൂജ്യനായൊരു നേതാവാണ് AN രാധാകൃഷ്ണൻ. MDയെ പിടികൂടി തകർന്ന് തരിപ്പണമായി പ്രതിച്ഛായ നഷ്ടപ്പെട്ട ആ നേതാവ് ഇതാ കമലിൻ്റെ പിറകെ കൂടി പുതിയ ഒരു മതാധിഷ്ഠിത ധ്രുവീകരണം ഉണ്ടാക്കാൻ നടത്തുന്ന വിഫല ശ്രമമാണ് കമലിൻ്റെ പേരിലുള്ള ഈ ഭത്സനം. അദ്ദേഹം ദേശഭക്തി ഗാനത്തെയോ ദേശീയ ഗാനത്തെയോ ഒന്നും ആക്ഷേപിച്ചിട്ടില്ല. മറിച്ച് ദേശീയ ഗാനം പാടുമ്പോൾ എണീറ്റ് നിൽക്കണമോ വേണ്ടയോ അതേ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളാണ് വന്നത്. എണീറ്റ് നിൽക്കേണ്ട കാര്യമില്ല എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട് രാധാകൃഷ്ണ. അങ്ങനെ പറയുന്നത് താങ്കളും അംഗീകരിക്കേണ്ടതാണ്, ഞാൻ അംഗീകരിക്കുന്നത് മാതിരി. എണീറ്റ് ഇരുന്നു കൊണ്ട് ആദരവ് പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നൊന്നും കരുതരുത്. എണീറ്റ് നിൽക്കണമെന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിബന്ധന ചെയ്യുന്നില്ല. ആ യാഥാർത്ഥ്യമെങ്കിലും കാണണം. അത് കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ 10 പുസ്തകം വായിച്ച് ചരിത്രം മനസ്സിലായിട്ട് വേണം ഈ നിലവാരത്തിലുള്ള വിവരദോഷങ്ങൾ കുരയ്ക്കാൻ. അതാണ് ഇന്ന് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. IASകാർ പ്രഖ്യാപിച്ച കാഷ്വൽ ലീവ് എടുക്കൽ സമരം അത് ഇന്നലെയായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അതേ സംബന്ധിച്ച് വാർത്ത ഇന്ന് വന്നിട്ടുണ്ട്. ഒരു ചുക്കും സംഭവിച്ചില്ല. അതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൗരവതരമായി അതിലേക്ക് സമീപിക്കണം. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ സംഘടിതമായി കാഷ്വൽ ലീവ് എടുത്ത് ഭരണസ്ഥിരാകേന്ദ്രം നിയന്ത്രിക്കുന്ന IASകാർ സമരരൂപം സ്വീകരിക്കുന്നത് ആദ്യമാണ്. കേരളത്തിൽ സംഭവിക്കുമോ ഇല്ലയോ എന്ന് ധാരാളം ആളുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഏതായാലും സംഭവിക്കാതെ ആ സമരം ചീറ്റിപ്പോയപ്പോൾ നിരാശരായ പത്രക്കാരും രാഷ്ട്രീയക്കാരുമൊക്കെ ധാരാളമാണ്. അതുമാത്രമല്ല, ആ സമരം തകർന്നപ്പോൾ പിണറായി വിജയനെ പ്രകീർത്തിക്കുന്ന പത്രങ്ങളും ഇന്ന് ധാരാളം വന്നിരിക്കുന്നു. മംഗളം എന്ന പത്രം ഇന്നലെ തന്നെ ഒരു കാര്യം പറയുകയുണ്ടായി. മറ്റൊരു പത്രത്തിനും പ്രവചിക്കാൻ കഴിയാത്തവണ്ണം മംഗളം പറഞ്ഞു, ഈ സമരം തിങ്കളാഴ്ച രാവിലെ പിൻവലിച്ചിരിക്കും എന്ന് ദീർഘദർശനം ചെയ്ത പത്രം, ഏകപത്രമാണ് മംഗളം. അവർ പറയുന്നു, മുഖ്യമന്ത്രി വിരട്ടി, IASകാർ അവധിയില്ല, ഇനി മെല്ലപ്പോക്ക് എന്ന ശീർഷകത്തിൽ ആ വാർത്ത തരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൗതുകകരമാണത്. എങ്ങനെയാണ് പത്രങ്ങൾ നോക്കിയിരിക്കുന്നത് ആ വാർത്തയെ എന്ന കാര്യം നമുക്കറിയാം. മറ്റൊരു പരസ്യ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഇന്നലെ IASകാർ വാലും ചുരുട്ടി ജോലിക്ക് കയറി എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു പത്രങ്ങളിൽ. സമരത്തെപ്പറ്റിയുള്ള തീരുമാനം വെള്ളിയാഴ്ച വൈകുന്നേരം ധനവകുപ്പ് സെക്രട്ടറി KM അബ്രഹാമിൻ്റെ ക്യാബിനിൽ കൂടിയാണ് IASകാർ കൈക്കൊണ്ടത്. പത്രങ്ങൾക്കത് ചോർത്തി കൊടുക്കുകയും ചെയ്തു. അതായത് സമരത്തിന് 48 മണിക്കൂർ മുമ്പ് അതേ സംബന്ധിച്ച വാർത്ത നമുക്ക് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച അവരാവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി വഴങ്ങിയതേയില്ല. ഒടുവിൽ സമരം പ്രഖ്യാപിച്ച അന്ന് തിങ്കളാഴ്ച രാവിലെ 8:45 താൻ ഓഫീസിലുണ്ടാകുമെന്നും IASകാർക്ക് വേണമെങ്കിൽ, അവർക്ക് വേണമെങ്കിൽ തന്നെ വന്ന് കാണാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോയി കണ്ടു. അവിടെ എന്താണ് സംഭവിച്ചത്? അവധിയില്ല, ഇനി മെല്ലപ്പോക്ക്. മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: മുഖ്യമന്ത്രിയുടെ കർശന നിലപാടിന് മുന്നിൽ മുട്ടുമടക്കി സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥർ ഇന്നലെ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന കൂട്ടവധിയെടുത്തുള്ള പണിമുടക്ക് പിൻവലിച്ചു. രാവിലെ പണിമുടക്കിന് മുമ്പ് IAS അസോസിയേഷൻ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പണിമുടക്ക് ഏകപക്ഷീയമായി പിൻവലിച്ചത് എന്ന് മംഗളം അതിൻ്റെ ലീഡ് വാർത്തയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഇന്നലെ ഉണ്ടായിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് ഉടനെ തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചു. പത്രസമ്മേളനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സമരം പിൻവലിച്ച് IASകാർ ജോലിയിൽ കയറിയത്. ആ ഭാഗത്തിനാണ് മാതൃഭൂമി എന്ന പത്രം ഊന്നൽ നൽകുന്നത്. ചീഫ് സെക്രട്ടറി സൂപ്പർ മുഖ്യമന്ത്രിയോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അത്രേ നമ്മുടെ ചീഫ് സെക്രട്ടറിയോട്
ഏതായാലും ആ വാർത്ത ഇങ്ങനെയാണ്. കൂട്ടയവധി ഗൗരവതരമായി കാണും മുഖ്യമന്ത്രി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ച് കൂട്ടവധി എടുക്കാനുള്ള ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥരുടെ തീരുമാനം അതീവ ഗുരുതരമായി കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വിളിച്ച പത്രസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം നടക്കണമെന്നാണ് സർക്കാർ നിലപാട്. IAS ഓഫീസർമാർക്കെതിരായ വിജിലൻസ് അന്വേഷണം ആദ്യത്തേതല്ല. കേസ് ചാർജ് ചെയ്യലും ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യലും ഉണ്ടായിട്ടുണ്ട്. നടപടി സ്വീകരിക്കുമ്പോൾ വികാരം സ്വാഭാവികമാണ്, പക്ഷേ അത് വിചാരത്തെ ഭരിക്കരുത്. സമരത്തിൻ്റെ പേരിൽ IASകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ പിന്നീട് തീരുമാനിക്കും എന്നുകൂടി മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നു. ചീഫ് സെക്രട്ടറി സൂപ്പർ മുഖ്യമന്ത്രിയാകരുത് എന്ന് ചീഫ് സെക്രട്ടറിയോട് അദ്ദേഹം പറയുന്നു. വിജിലൻസ് ഡയറക്ടർക്കെതിരായ പരാതിയിൽ ചീഫ് സെക്രട്ടറി കൊല്ലം TKM മാനേജ്മെൻറ്റിൽ അന്വേഷണം നടത്തിയതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. മുഖ്യമന്ത്രി അറിയാതെ ചീഫ് സെക്രട്ടറി അന്വേഷിച്ചു. അതിൻ്റെ ഫലം, തിക്തഫലം അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തു. മലയാള മനോരമ ഈ കാര്യത്തിൽ IASകാരോടാണ് തങ്ങളുടെ കൂറ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി സ്വരം കടുപ്പിച്ചു. IAS സമരം അവധിക്ക് വെച്ചു, പിൻവലിച്ചു എന്നല്ല, അവധിക്ക് വെച്ചു. ചീഫ് സെക്രട്ടറി രാജിക്കൊരുങ്ങി എന്ന് സൂചന തുടങ്ങിയ വാർത്തകളാണ് മനോരമ തരുന്നത്. മനോരമയുടെ ആ വാർത്തയ്ക്കൊപ്പമുള്ള ഒരു ബൈജു കാർട്ടൂണുണ്ട്, ബൈജു വരച്ച കാർട്ടൂൺ. IAS എന്ന് 3 ഘട്ടം കാർട്ടൂണാണത്. ഞാൻ എന്ന നിലയ്ക്ക് IASകാർ നിവർന്ന് നിന്നു മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ. നിൽക്കാത്ത ആളുകളെ എന്ന ഭാഗത്ത് മുഖ്യമന്ത്രി ഇടിച്ച് വളച്ചു. അത് കണ്ട് 3ാമത്തെ ഭാഗത്ത് IAS എന്ന് പറഞ്ഞ് കുമ്പിട്ടു ബാക്കിയുള്ള ആൾക്കാർ. അതായത് മുഖ്യമന്ത്രി വളരെ പരുഷമായി പെരുമാറി എന്ന നിലയ്ക്കാണ് വ്യത്യസ്ത രീതിയിൽ പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തം, സമരം പൊളിഞ്ഞു, അഥവാ മുഖ്യമന്ത്രി അത് കൈകാര്യം ചെയ്തു എന്ന് വേണം കരുതാൻ. ഇനി ഇന്നത്തെ കാർട്ടൂൺ. നോട്ട് നിരോധനം തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിനോട് ഉപമിച്ച ഒരു കാർട്ടൂൺ ഇന്നുണ്ട്. നോട്ട് നിരോധനമെന്ന ആ കാർട്ടൂൺ കാണുക. നോട്ട് നിരോധനമെന്ന കാളയെ തുറന്നുവിട്ട് കളി കാണാൻ മോദിയും അരുൺ ജെയ്റ്റ്ലിയും മാളികയിൽ നിൽക്കുകയാണ്. താഴെ കാളയുടെ ഇടികൊണ്ട് ചിതറുന്ന മനുഷ്യർ. എന്നാൽ പിന്നെ ജല്ലിക്കെട്ടിന് അനുമതി കൊടുത്തുകൂടെ എന്ന് തമിഴ്നാട് ചോദിക്കുന്ന ഭാഗവും ഈ കാർട്ടൂണിലുണ്ട്. ഈ കേശവ് കാർട്ടൂണിൻ്റെ ഹിന്ദുവാണ് തരുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. കുഞ്ഞുങ്ങൾക്ക് കാവൽ മാതാപിതാക്കളാണ്. വീട്ടിനുള്ളിൽ മാത്രമല്ല, വീട്ടിന് പുറത്തും അത് തന്നെയാണ്. ഈ ചിത്രം കാണുക. ഇത് കോവളം കടൽ തീരമാണ്. ഒന്നല്ല, 2 മക്കളെ കൂട്ടിപ്പിടിച്ച് സംരക്ഷിത സ്നാനം നടത്തുന്ന അമ്മ സഞ്ചാരിയുടെ ചിത്രം മാതൃഭൂമി നഗരം പേജാണ് തന്നിരിക്കുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.